അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മരണം നമ്മൾ എല്ലാവരും ഉറപ്പായും നേരിടേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ രുചിക്കുന്നതാണ്. സൂറത്തു ആലി ഇമ്രാൻ 185 ആയത്താണിത്. മരണം ഒരിക്കലും പ്രായം നോക്കിയല്ല വരുന്നത്, ആരോഗ്യം നോക്കിയല്ല വരുന്നത്, സമ്പത്ത് നോക്കിയുമല്ല വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അയ്നമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളിലേക്ക് എത്തിച്ചേരും, നിങ്ങൾ ഉറപ്പുള്ള കോട്ടകളിലായിരുന്നാൽ പോലും. സൂറത്തു നിസാ 78 ആയത്താണിത്. അതുകൊണ്ട് തന്നെ മരണം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കണം. ഒരു മുസ്ലിമിന് മരണം ആസന്നമാകുന്നത് മുതൽ മരണം സംഭവിച്ച് മയ്യത്തിനെ കുളിപ്പിക്കുന്നത് വരെയുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, മരണാസന്നനായ വ്യക്തിയോട് എങ്ങനെ പെരുമാറണം. ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ആശ്വാസവും ധൈര്യവും നൽകുക എന്നതാണ്. ഭയപ്പെടുത്തുന്ന വാക്കുകൾ പറയരുത്. ലോകകാര്യങ്ങളെക്കുറിച്ചുള്ള അനാവശ്യ സംഭാഷണങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രതീക്ഷ നൽകുക. ശാന്തമായി ദിക്റും ദുആഉം ചെയ്യുക. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് ഓർമ്മപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളുടെ മരണാസന്നരായവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഓർമ്മപ്പെടുത്തുക. സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തുടർച്ചയായി നിർബന്ധിച്ച് പറയിപ്പിക്കുകയല്ല വേണ്ടത്. മരണാസന്നനായ വ്യക്തിയുടെ മുന്നിൽ നാം ഷഹാദത്ത് പറയുക. അദ്ദേഹം അത് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നിർബന്ധിക്കാതിരിക്കുക. അവസാന വാക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിത്തീരാൻ നമുക്ക് ശ്രമിക്കാം. അതുപോലെ മരണാസന്നനായ വ്യക്തിയുടെ അടുത്ത് സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നതിനെക്കുറിച്ചും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇഖ്റഉ യാസീൻ അലാ മൗതാക്കും. നിങ്ങളുടെ മരണാസന്നനായവരുടെ അടുത്ത് യാസീൻ നിങ്ങൾ ഓതുക. അതുപോലെ സൂറത്തു റഅദ് ഓതലും സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ചുരുക്കത്തിൽ ഖുർആൻ പാരായണം, ദിക്ർ, ദുആ എന്നിവയിലൂടെ മരണാസന്നനായ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രതീക്ഷയും ആശ്വാസവും നൽകുക. രണ്ടാമത്തെ കാര്യം, ഖിബിലയിലേക്ക് തിരിച്ചു കിടത്തുക. മരണാസന്നനായ വ്യക്തിയെ ഖിബിലയിലേക്ക് തിരിക്കുന്നത് സുന്നത്താണ്. കിതാബുകളിൽ മരണാസന്നനായ വ്യക്തിയെ വലതുഭാഗത്തേക്ക് കിടത്തി മുഖം ഖിബിലയിലേക്ക് തിരിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. സാധ്യമെങ്കിൽ വലതുവശം കിടത്തി മുഖം ഖിബിലയിലേക്ക് തിരിക്കുക. പക്ഷേ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ചെയ്യരുത്. വലതുഭാഗത്തെ ചരിച്ച് കിടത്തുന്നത് പ്രയാസമാണെങ്കിൽ അദ്ദേഹത്തെ മലർത്തിക്കിടത്തി കാലുകൾ ഖിബിലയിലേക്ക് വരുന്ന രീതിയിലും മുഖം ഖിബിലയിലേക്ക് വരുന്ന രീതിയിൽ തലയുടെ താഴെ തലയണയോ മറ്റോ വെച്ച് ക്രമീകരിക്കുക. ഇവിടെ നമ്മുടെ ലക്ഷ്യം രോഗിക്ക് പ്രയാസമുണ്ടാക്കുകയല്ല, കഴിയുന്നത്ര സുന്നത്ത് പാലിക്കുക എന്നതാണ്. ഇനി മരണം സംഭവിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ക്രമപ്രകാരം പറയാം. ആദ്യം മരണം ഉറപ്പാക്കണം. മരണം സംശയമുള്ള സാഹചര്യത്തിൽ ഉടൻ മയ്യത്തിൻ്റെ നടപടികളിലേക്ക് കടക്കരുത്. മരണം ഉറപ്പായതിനു ശേഷമാണ് അടുത്ത നടപടികൾ ചെയ്യേണ്ടത്. മരണം ഉറപ്പായാൽ കണ്ണുകൾ അടച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടച്ചു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസർ. ആത്മാവ് പിടിക്കപ്പെടുമ്പോൾ കണ്ണുകൾ അതിനെ പിന്തുടരും. സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. അതുകൊണ്ട് കണ്ണുകൾ തുറന്നു കിടക്കുന്നുണ്ടെങ്കിൽ സാവധാനത്തിൽ അടച്ചു കൊടുക്കുക. അതോടൊപ്പം കണ്ണുകൾ അടക്കുമ്പോൾ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതും സുന്നത്തായി കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മയ്യത്തിൻ്റെ വായ തുറന്നു കിടക്കാതിരിക്കാനായി താടിയെല്ല് വിശാലമായ ഒരു തുണി കൊണ്ട് സാവധാനത്തിൽ ബന്ധിച്ചു കൊടുക്കുക. ഷാഫിഈ ഗ്രന്ഥങ്ങളിൽ ഇത് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫയിൽ പറയുന്നു, വശുദ്ധ ലഹിയാഹു ബിഇസ്വാബത്തിൻ അരീള തുഅമ്മുഹുമാ വയർബിതുഹാ ഫൗക റഅസിഹി. മയ്യത്തിൻ്റെ 2 താടിയെല്ലുകളും വിശാലമായ ശീല കൊണ്ട് ബന്ധിച്ച് തലക്കുമീതെ കെട്ടിവെക്കണം.
ഇതിൻ്റെ ഉദ്ദേശ്യം വായ തുറന്നു കിടക്കുന്നത് ഒഴിവാക്കുകയും മയ്യത്തിൻ്റെ രൂപം സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. ഇത് ഒരിക്കലും ബലം പ്രയോഗിച്ചല്ല ചെയ്യേണ്ടത്. മയ്യത്തിൻ്റെ മാന്യതയും ശരീരത്തിൻ്റെ അവസ്ഥയും പരിഗണിച്ചായിരിക്കണം. ശേഷം സന്ധികളും വിരലുകളും മൃദുവാക്കുക. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മരണം സംഭവിച്ച ഉടൻ ശരീരം ഉറച്ചു പോകുന്നതിന് മുമ്പ് വിരലുകളും കൈകാലുകളിലെ സന്ധികളും വളരെ സൗമ്യമായി മൃദുവാക്കണം. തുഫയിൽ തന്നെ പറയുന്നു, വലുയ്യിനത് അസ്വാബിഉഹു വമഫാസിലുഹു അഖിബ സുഹൂഖി റൂഹിഹി. അഥവാ ആത്മാവ് പുറപ്പെട്ട ഉടൻ അവൻ്റെ വിരലുകളും സന്ധികളും മൃദുവാക്കണം. ഇതിൻ്റെ പ്രധാന ഉദ്ദേശ്യം പിന്നീട് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും എളുപ്പമാകുക എന്നതാണ്. പക്ഷേ ഒരിക്കലും ബലം പ്രയോഗിച്ചാവരുത്. ശേഷം മയ്യത്തിൻ്റെ ശരീരം ഒരു നേർത്ത തുണി കൊണ്ട് പൂർണ്ണമായി മൂടുക. കട്ടിലിലോ മറ്റോ കിടത്തി മരിക്കുന്നതിന് മുമ്പ് ധരിച്ചിരുന്ന വസ്ത്രം പൂർണ്ണമായും അഴിച്ചു മാറ്റുകയും വേണം. തുഫയുടെ ഇബാറത്ത് ഇങ്ങനെയാണ്: വസുത്തിറ ജമീഉ ബദനിഹി ബിസൗബിൻ ഖഫീഫിൻ ലിഅല്ലാ യതസാറഅ ഇലൈഹിൽ ഫസാദ് വവുളിഅ നദ്ബൻ അലാ സരീരിൻ വനഹ്വിഹി വനുസിഅത് നദ്ബൻ അൻഹു സിയാബുഹു അല്ലതി മാത ഫീഹ. അഥവാ അവൻ്റെ ശരീരം മുഴുവനും ഒരു മൃദുവായ തുണി കൊണ്ട് മൂടണം. അത് നാശം പെട്ടെന്ന് വരാതിരിക്കാനാണ്. അതുപോലെ കട്ടിലിലോ മറ്റോ കിടത്തി മരിക്കുന്നതിന് മുമ്പ് ധരിച്ചിരുന്ന വസ്ത്രം പൂർണ്ണമായും അഴിച്ചു മാറ്റി വെക്കണം. അതും സുന്നത്തിൻ്റെ ഭാഗമാണ്. മയ്യത്തിൻ്റെ ഔറത്ത് സംരക്ഷിക്കണം. മയ്യത്തിനും ജീവനുള്ളവനെ പോലെ തന്നെ മാന്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് കറംനാ ബനി ആദം. തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. സൂറത്തുൽ ഇസ്രാ 70-ാമത്തെ ആയത്താണിത്. അതുകൊണ്ട് മരിച്ച വ്യക്തിയുടെ ശരീരത്തോട് അനാദരവ് കാണിക്കരുത്. ശേഷം വയറിനു മുകളിൽ മൂടാൻ ഉപയോഗിച്ച തുണിക്ക് താഴെയായി ചെറിയ ഭാരമുള്ള എന്തെങ്കിലും വസ്തു വെക്കുക. മയ്യത്തിൻ്റെ വയറ് വീർക്കാതിരിക്കാനായി സുന്നത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതായി കിതാബുകളിൽ പരാമർശിക്കപ്പെട്ട കാര്യമാണിത്. പ്രിയമുള്ളവരെ, വളരെ ഏറെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മയ്യത്ത് സംസ്കരണം അനാവശ്യമായി വൈകിക്കരുത്. മരണം ഉറപ്പായ ശേഷം കുളി, കഫൻ, ജനാസ നിസ്കാരം, ഖബറടക്കം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സാധ്യമാകുന്നത്ര വേഗത്തിൽ നിർവഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അസ്രിഉ ബിൽ ജനാസ. ജനാസയുമായി നിങ്ങൾ വേഗത കാണിക്കുക. സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. അതുകൊണ്ട് അനാവശ്യമായ കാരണങ്ങളാൽ മയ്യത്തിൻ്റെ സംസ്കരണം വൈകിപ്പിക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മരണം സംഭവിച്ചതു മുതൽ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടച്ചുകൊടുത്ത ശേഷം പറഞ്ഞു, അല്ലാഹുമ്മ ഉഫിൽ ലി അബീ സലമ വറഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫി. അല്ലാഹുവേ, അബൂ സലമയ്ക്ക് നീ പുറത്തു കൊടുക്കണമേ. മാർഗദർശനം ലഭിച്ചവരിൽ അദ്ദേഹത്തിൻ്റെ പദവി ഉയർത്തണമേ. അദ്ദേഹത്തിന് ശേഷം ശേഷിക്കുന്നവരുടെ കാര്യത്തിൽ നീ അദ്ദേഹത്തിന് പകരക്കാരനാക്കണമേ. ഞങ്ങൾക്കും അദ്ദേഹത്തിനും പുറത്തു തരണേ ലോകരക്ഷിതാവേ. അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കുകയും അതിൽ പ്രകാശം നൽകുകയും ചെയ്യണമേ. സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. അതുകൊണ്ട് തന്നെ മരണം സംഭവിച്ച ഉടൻ ചുറ്റുമുള്ളവർ കരച്ചിലും വിലാപവും വർദ്ധിപ്പിക്കുന്നതിന് പകരം മയ്യത്തിനു വേണ്ടി മഗ്ഫിറത്തും മർഹമത്തും ചോദിക്കുകയാണ് വേണ്ടത്. ഇനി വരുന്നത് മയ്യത്തിൻ്റെ കുളിയാണ്. പ്രിയമുള്ളവരെ, ഇതുവരെ നമ്മൾ പറഞ്ഞത് മരണം ആസന്നമായത് മുതൽ മരണം സംഭവിച്ച ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ വരെയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് മയ്യത്തിനെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്, ആരാണ് കുളിപ്പിക്കേണ്ടത്, മയ്യത്തിൻ്റെ കുളിയുടെ ഫർളുകളും സുന്നത്തുകളും എന്തൊക്കെയാണ്. ഇതെല്ലാം ഷാഫിഈ മദ്ഹബിലെ പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്തിൽ വിശദമായി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതവും മരണവും നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.